ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ഈ 3 പച്ചക്കറികൾ പച്ചക്കറി എല്ലാം നമ്മൾ ഉരുളക്കിഴങ്ങ് മുളപ്പിച്ചതുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി കുറച്ചുകൂടെ ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഗ്രോ ബെഡിൽ ഒരു 3-4 ബെഡ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളമൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് ഇത്. ഇന്ന് അതിനകത്ത് നടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞു പോകാനുള്ള സംവിധാനമൊക്കെ നോക്കണം. അതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ചെല്ലാനും പാടില്ല, എന്നാൽ അത്യാവശ്യം നനവ് വേണം തന്നെ. അപ്പോൾ നട്ട് കഴിഞ്ഞതിൻ്റെ മുകളിൽ നമ്മൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കിഴങ്ങ് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ കിഴങ്ങ് നമുക്ക് മുറിക്കാം. മുള ഉള്ള ഭാഗങ്ങൾ രണ്ടെണ്ണത്ത് മുറിക്കുമ്പോൾ 2 സ്ഥലത്ത് മുള വരണം, അങ്ങനെ മുറിക്കണം. ഓക്കെ, ഇവിടെ മുള വന്നിട്ടുണ്ട്, ഇവിടെ മുള വന്നിട്ടുണ്ട്. ഓക്കെ, കിഴങ്ങായി. ഇതിങ്ങനെ ഇതിവിടെ ഉണ്ട്. ഇവിടെ വട്ടം 2 മുറിച്ചായി. എന്താ ഇനി വെളുത്തുള്ളി നമുക്ക് പൊളിച്ചിടണം. എന്താ വെളുത്തുള്ളി നടുമ്പോഴേ ഇതുണ്ട, ഈ വശം അടിയിലേക്ക് തന്നെ കുത്തണം. നമ്മുടെ വെള്ള വെളുത്തുള്ളി ഇവിടെ ചെറിയ മുളയുണ്ട്. എന്താ ഉരുളക്കിഴങ്ങ് നടുന്നതാണ് കാണുന്നത്. മുകളിൽ കണ്ടാലും കുഴപ്പമില്ല. അതേപോലെ അതുപോലെ മുകളിലേക്കാക്കി ഇങ്ങനെ നടും. കുറച്ച് മണ്ണ് മുകളിലിട്ട്. പിന്നെ വലിയ മഴയൊന്നും വന്നാൽ നമ്മൾ മഴയത്ത് അങ്ങനെ വെച്ചു. അവിടെ നട്ട് മൂടിയായിരിക്കത്തില്ല. 3 ലെയറാണ് വെച്ചാണ്. ബാക്കി പരിപാടി നമുക്ക് അടുത്തല്ലേ വെക്കാം. ഇനി അടുത്ത് ചെറിയ ഉള്ളി 2 ഗ്രോ ബാഗിൽ ഇടാം. ചെറിയ ഉള്ളി അങ്ങനെ താന്നിട്ട് അത്ര ഇരുന്നാൽ മതി. ജസ്റ്റ് നമ്മുടെ ഗ്രോ ബെഡിൽ ആദ്യം ചുവന്ന ചീര, രണ്ടാമത്തേൽ പച്ചയും ചുവമ്പും കൂടെ ചീര ഉണ്ട്. മുളച്ച് വന്നത് ചീര മുളച്ച് വന്ന് കാണാനുണ്ട്. കണ്ട, ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടു. ഇതിൽ ചെറിയ ഉള്ളി 2 എണ്ണത്തിലിടാം. വെളുത്തുള്ളി വെളുത്തുള്ളി ഏകദേശം വേണ്ട, ഈ അകലം മതി. ഇതിലേക്കുള്ള അകലം വേണ്ട, ആവശ്യമില്ല. കണ്ടോ, ഒരടിയില്ല, 3/4 അടി ആകലോ, അത് മതി. അപ്പോൾ വെളുത്തുള്ളിയും നട്ടു. ഇതിന് കൂടുതൽ നന നല്ലതല്ല. പിന്നെ നമ്മൾ വച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നന കൊടുക്കണം.
അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നനഞ്ഞ് ചെല്ലാൻ പാകത്തിന് 1 ഇഞ്ചിലും താഴെ നനയാൻ പാകത്തിന് നനയ്ക്കണം നമ്മൾ. എന്നാലേ പ്രയോജനമുള്ളൂ. പിന്നെ നമ്മൾ വൈകിട്ടൊന്നും നനച്ച് കുതിർത്തി കളഞ്ഞാൽ ചീഞ്ഞു പോകുള്ളൂ. ഉള്ളിയല്ലേ, കിഴങ്ങാലും ചീഞ്ഞു പോകും. അപ്പോൾ ഇന്നിപ്പോൾ മഴ പെയ്താൽ ഇത് കൂടുതൽ നനഞ്ഞ് പോകേണ്ട ഒരു ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിൽ മൊത്തം വിരിക്കണം. ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഇല്ലേ, അത് വിരിക്കണം. ഹലോ, ഈ നമ്മൾ ഇപ്പോൾ 10 ബെഡുള്ളതിൽ ഇനി ഒരു ബെഡേ ബാക്കിയുള്ളൂ. ആ ബെഡിൽ വെണ്ടയ്ക്ക നടും. അതിന് പുറത്ത് തക്കാളി നട്ടു. ഇനി നമ്മൾ കുറേ ഉച്ച കഴിഞ്ഞാൽ ഇനി വെണ്ടാറിനുള്ളൂ. തക്കാളി ഇവിടെ നമ്മൾ പാവി നിർത്തിയായിരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചു. ഇനി അത് കമ്പടിച്ച് ഈ കമ്പിലെല്ലാം കെട്ടി അത് സ്ട്രെയിറ്റായിട്ട് നിർത്തണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.